ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. മറ്റൊന്നുമല്ല, NDPCയിലേക്ക്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷനാണ്. ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒപ്പം 40% മിനിമം മാർക്കുള്ള ഒരാൾക്കുമാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഒരു വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അപ്പം ഈ തസ്തികയുടെ വിശദമായ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എത്രയാണെന്ന് നോക്കാം. നമ്പർ എന്ന് പറയുന്നത് 0/25 എന്ന നമ്പറിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. NDPCയുടെ സൈറ്റിൽ കയറി കരിയേഴ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കയറി ഈ ഒരു നമ്പർ നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു തസ്തിക കിട്ടുന്നതാണ്. സ്ക്രോൾ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇനിയും ഈ ഒരു തസ്തികയുടെ പേര് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഓൺ ഫിക്സ്ഡ് ടൈം ബേസിസ് എന്നുള്ളതാണ്. ഇതിലേക്ക് മുഴുവൻ 400 പോസ്റ്റുകളാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഇതിന് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കലും ഇലക്ട്രിക്കലിലുമുള്ള BE അല്ലെങ്കിൽ BTech ഡിഗ്രിയാണ്. അത് മിനിമം 40% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. രണ്ടാമതായിട്ട് ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, നിങ്ങൾക്ക് 100 മെഗാവാട്ടോ അതിൽ കൂടുതലോ ഉള്ള പവർ ഹൗസുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് മാത്രം, ഈ ഒരു മാനദണ്ഡമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിലവിൽ കഴിയുന്നത്. ഇനിയും ഇതിൻ്റെ എംപ്ലോയ്മെന്റ് രീതി എന്ന് പറഞ്ഞാൽ ടെന്യൂവറാണ്. അതായത് 3 വർഷം ടേം എംപ്ലോയ്മെന്റ് ആയിട്ടാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം നീട്ടി കിട്ടാം, കിട്ടാതിരിക്കാം, അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ആണ്. ഇനിയും നമ്പർ ഓഫ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ 400 പോസ്റ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിലേക്ക് അപേക്ഷിക്കുവാൻ പറ്റുന്ന മാക്സിമം ഏജ് 35 വയസ്സാണ് ജനറൽ കമ്മ്യൂണിറ്റിക്ക്. ഇനിയും ഇത് കൂടാതെ ഏജ് റിലാക്സേഷൻ OBC SC ST മുതലായ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും ഇതിൻ്റെ മന്ത്ലി ഫിക്സ്ഡ് ഇൻകം എന്ന് പറയുന്നത് 55,000 രൂപയാണ് ഇതിൻ്റെ മന്ത്ലി ഇൻകം. മാത്രമല്ല ഗവൺമെന്റിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇതിനകത്ത് നൽകുന്നതായിട്ട് പറയുന്നുണ്ട്. DA ഉൾപ്പെടെയുള്ള ചില ക്രൈറ്റീരിയകൾ ഇതിനകത്ത് ബാധകമാണെന്ന് കൂടി പറയുന്നുണ്ട്. ഇനിയും ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിലവിൽ അപേക്ഷ കൊടുത്ത് അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ അവർ റിക്രൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെയധികം കൂടിയാൽ അവർ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം NDPC കൊണ്ടുവരും. ചിലപ്പോൾ ടെസ്റ്റ് നടത്തിയെന്നിരിക്കാം, ചിലപ്പോൾ ഇന്റർവ്യൂ മാത്രം നടത്തിയെന്നിരിക്കാം. ഏതൊക്കെ രീതിയിലാണോ ക്രൈറ്റീരിയ അത് അവരിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷൻ ആണ് എന്ന് കൂടി കൃത്യമായിട്ട് ഇതിൽ അവർ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിന് എക്സാം ഉണ്ടാകാം, ചിലപ്പോൾ എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ മാത്രം നടത്തി അവർ എടുത്തു കൂടാഴുകയില്ല. അപ്പം എങ്ങനെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യണമെന്നുള്ളത് പൂർണ്ണമായിട്ടും സ്ഥാപനത്തിന്റെ മാത്രം തീരുമാനമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത്? ഇത് 15/2/2025 ഇതിന് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് 1/3/2025 അതായത് വരുന്ന മാസം 1-ാം തീയതി വരെ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സമയമുള്ളൂ. അധികം സമയമില്ല എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പല സർട്ടിഫിക്കറ്റ്സും ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത്, ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഇതിന് ഫീ ഉണ്ട്. 300 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് EWS OBC ജനറൽ കാറ്റഗറി മുതലായവർക്കാണ് ഈ ഒരു 300 രൂപ ഫീസ് ഉള്ളത്. ബാക്കി ഒരു ഭാഗത്തിന് ഫീസ് ഉള്ളതായിട്ട് പറയുന്നില്ല. ഇനിയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ careers.ndpc.com.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൽ ഈ വിൻഡോ ഓപ്പൺ ആണ്, അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്രൈറ്റീരിയയിൽ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഈ ഒരു യോഗ്യത ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല ഇത്തരം സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ഇനിയും ഇതുപോലെയുള്ള ഇതിൻ്റെ ഉയർന്ന തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കുവാൻ ഇവിടെ ലഭിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങളെ സഹായിക്കുന്നത് കൂടിയായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാരതത്തിന് തന്നെ അതീവ പ്രധാനപ്പെട്ട ഒരു പവർ സോഴ്സ് ആണ് NDPC എന്നതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്ത് നേടുന്ന എക്സ്പീരിയൻസിന് ആഗോളതലത്തിൽ തന്നെ വളരെ വലിയ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ഇതിൽ ജോലി ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇതിൽ അപേക്ഷിക്കുക. ഇതിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ
വ്യക്തിപരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.